ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസിയായി ടേസ്റ്റിയായി മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി 10 എണ്ണം ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ചെറിയ ഉള്ളി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇഞ്ചി ഒരു മീഡിയം സൈസ് നീളത്തിലരിഞ്ഞതും ചേർക്കുക. അതൊന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാതെ എരിവിനനുസരിച്ച് മാറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നീട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. അത് നന്നായി വഴന്നു വന്നതിന് ശേഷം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിലിട്ട് ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് പുളി ചേർക്കാം. ഞാനിവിടെ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ തിളച്ച വെള്ളത്തിലിട്ട കുടംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി ചേർക്കാം. ഞാനിവിടെ 4 കഷ്ണം കുടംപുളി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഉപ്പും കൂടി ചേർത്ത് അടച്ചു വയ്ക്കുക. തിള വന്നതിന് ശേഷം മാത്രം മീൻ ചേർക്കുക. ഞാനിവിടെ മത്തിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ മത്തി ചേർത്തിട്ടുണ്ട്. മത്തി ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിടാം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റും, പക്ഷേ വേവുകയില്ല. തിള വന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വെന്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്താൽ തിളപ്പിക്കരുത്. ഒന്ന് ചൂടായതിന് ശേഷം നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് ഉലുവപ്പൊടിയും കൂടി ചേർക്കുക. ഉലുവപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം പൊട്ടിച്ചതാണ് ഉലുവ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.